രണ്ട് വിഷയങ്ങളാണ് ഉള്ളത്. ഒന്ന് കാപ്പ കേസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ. യഥാർത്ഥത്തിൽ CPM-ന്റെ ഒരു നേതാവാണ്, കൗൺസിലറാണ്, കാപ്പ കേസിൽ പ്രതിയാണെങ്കിൽ എത്ര പേജും എത്ര സമയമായിരിക്കും ചെലവഴിക്കുന്നത്? അതിൽ മാധ്യമങ്ങൾ പക്ഷപാതപരമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള ശക്തമായ അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി വയനാട് സന്ദർശിച്ചല്ലോ. ഓരോ ചാനലിന് കൊടുത്ത സമയമൊക്കെ ഞങ്ങൾക്കറിയാം. മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് അവിടെ സന്ദർശിച്ചപ്പോൾ ഓരോ ചാനലിലും കൊടുത്ത സമയത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രമുഖ പത്രത്തിന്റെ അകത്തെ ഒറ്റ കോളം ഫോട്ടോയാണത്. ഒരു സിംഗിൾ കോളം ഫോട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു പ്രമുഖ പത്രം ഇന്നലെ ഉണ്ടായിട്ടുള്ള ദുരന്ത പ്രദേശം സന്ദർശിച്ച കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ചിത്രം കൊടുത്തത് അകത്തൊരു പേജിനകത്ത് ഒരു സിംഗിൾ കോളം. എത്ര പക്ഷപാതിത്വരമാണ് ആ കാര്യങ്ങൾ നോക്കും. ഞങ്ങളതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പറയാൻ നിങ്ങളോട് വഴക്കൂടാനെന്ന് വരുന്നില്ല. 800 തൊഴിലാളികളെ പുതിയ ലേബർ കോഡിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളത്ത് പിരിച്ചുവിട്ടു. മുൻ ലേബർ മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ പത്രസമ്മേളനം നടത്തി. കേരളത്തിലെയും വലിയ മുത്തശ്ശി പത്രം എന്നൊക്കെ പറഞ്ഞ ഒരു പത്രം ഒരു വാക്ക് കൊടുത്തിട്ടില്ലല്ലോ. മാധ്യമ പ്രവർത്തകരെയും കൂടെ പിരിച്ചുവിടുമ്പോൾ മാത്രമേ ഒരു വേദന ഉണ്ടാവുള്ളൂ മാധ്യമ പ്രവർത്തകർക്ക്. ഈ വകുപ്പ് അനുസരിച്ച് പിരിച്ചുവിടാനുള്ള വകുപ്പുണ്ട്. എന്നാലും ഞങ്ങളന്ന് നിങ്ങളോടുണ്ടാവും, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്നിപ്പോ കഴിഞ്ഞ LDF ഭരണകാലഘട്ടത്തിൽ രാവിലെ എണീറ്റാൽ ഇന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി മുരളീധരൻ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം, ആരോഗ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്താവന ഇറക്കിയില്ലെങ്കിൽ അദ്ദേഹത്തിന് അന്നത്തെ ദിവസം കഴിഞ്ഞു പോകാൻ വേണ്ടി പ്രയാസമാണ്. എന്തെല്ലാം പ്രശ്നങ്ങൾ ആരോഗ്യ മേഖല നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ജീവനും കൊണ്ട് പന്താടുകയാണ്. ഇന്നിപ്പോ നമ്മുടെ എറണാകുളം നമ്മുടെ നെയ്യാറ്റിൻകര നടന്നിട്ടുള്ള മരണം, രാജേഷിന്റെ മരണം, അത് അവിടുത്തെ സെക്യൂരിറ്റിയിൽ നിൽക്കുന്ന പാവപ്പെട്ട ജീവനക്കാരെ തലയിൽ ചാരിക്കൊണ്ട് മാത്രം മാറാൻ വേണ്ടി പറ്റുമോ? ആ മരണത്തിൽ ആരോഗ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്, ആരോഗ്യ വകുപ്പിന് ഉത്തരവാദിത്വമുണ്ട്. സമഗ്രമായ അന്വേഷണം നടത്തണം. എന്ന് മാത്രമല്ല, കുടുംബത്തെ സഹായിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഈ വാചകടിയും ആൾക്കാരെ കളിയാക്കുന്ന നിലയിലുള്ള പ്രസ്ഥാനങ്ങൾ മതിയാക്കിയിട്ട് മര്യാദയ്ക്കിരുന്ന് ഈ മരുന്നും ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്യണം. സ്ഥലം മാറ്റം ആരോഗ്യരംഗത്ത് വലിയ താറുമാറാക്കിയിരിക്കുകയാണ്. ആരോഗ്യ ഡോക്ടർമാരെയും മറ്റ് ആരോഗ്യരംഗത്തെ പ്രവർത്തകരെയും തെക്കും വടക്കും നടത്തിയിരിക്കുന്ന സ്ഥലമാറ്റം ആരോഗ്യരംഗത്തെ പ്രവർത്തനത്തെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. ഈ വാർത്തകൾക്കൊക്കെ തന്നെ പ്രാധാന്യം കൊടുക്കുക. അവിടെ ഡോക്ടർമാരില്ലായിരുന്നു, അതാണ് പ്രശ്നം. അല്ലാതെ അന്വേഷണം നടത്തുന്നത് സെക്യൂരിറ്റി ജീവനക്കാരെ ഈ വന്ന ആളിനെ ക്യൂവിൽ നിർത്തിയോ ഇല്ലയോ എന്നുള്ള അല്ല അന്വേഷണം നടത്തേണ്ടത്. സമഗ്രമായ ഒരു അന്വേഷണമാണ് അവിടെ നടത്തേണ്ടത്. ഡോക്ടർമാരുണ്ടായിരുന്നോ? എന്തുകൊണ്ട് അയാൾക്ക് സമയത്ത് മരുന്ന് കൊടുത്തില്ല? എന്തുകൊണ്ട് അയാൾ ICU ആവശ്യമായ ക്രമീകരണം നടത്തിയില്ല? ഇത് പല സ്ഥലങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെയാണ് നമുക്ക് പ്രാധാന്യത്തോടുകൂടി കൊടുക്കേണ്ടെന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.